സൈഗോസ് വിഷൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈഗോസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളൊരു ആരാധന തിരുനാള് കാണാൻ വന്നതാണ്. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സെന്റ് ജോസഫ് ചർച്ച് ഉണ്ട്. അപ്പൊ ആ ചർച്ചിന്റെ തിരുനാൾ മഹാമഹമാണ്. അതിന്റെ ഇന്നത്തെ 4-ാം ദിവസമാണ്. 4-ാം ദിവസമാണ്. 10 ദിവസത്തെ തിരുനാളാണ്. 4-ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് കാണുന്ന ലൈറ്റുകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ല, ലൈറ്റ് അല്ലാതെ നമ്മൾ ഇത് പോകുമ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇന്നിപ്പോൾ ഓപ്പണിംഗ് ആണ്. എന്നാലും ഇത് ഇനിയും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് കച്ചവടത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇത് ഇപ്പം മുന്നോടിയായിട്ട് നേരത്തെ കെട്ടിയ കടകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മളെ പള്ളി അകത്തോട്ട്, ഗേറ്റിനകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആരാധന നമ്മളങ്ങ് കേൾപ്പിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്, മടങ്ങാളുകൊണ്ട് അവൻ എല്ലാം തിരികെ ദൈവത്തിൽ വിശ്വസിക്കാൻ സാധ്യതകളുടെ കയ്യിലെടുക്കും. അവൻ മാരകമായി എന്ത് പഠിച്ചാലും അവന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആത്മാവ് കൊണ്ടവൻ നിറയും. മറുഭാഷകളവൻ സംസാരിച്ചു തുടങ്ങും. അവൻ കൈകൾ വെച്ചാൽ അശുദ്ധാത്മാവ് നിരച്ചവൻ അവിടെ വിട്ടുപോകും. അവൻ കൈകൾ തൊട്ടാൽ രോഗികൾ സൗഖ്യമാക്കപ്പെടും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുനാഥൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് രൂപപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ എത്രയോ തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ളവരാണ്. പലതരത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. പല മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ മനോഭാവമുള്ളവരായിട്ട് മാറുവാൻ കഴിയുന്നു. ഒരു കച്ചവടക്കാരന്റെ മനോഭാവങ്ങൾ മനസ്സിലെ, ഒരു രാഷ്ട്രീയക്കാരന്റെ മനോഭാവം നിങ്ങളുടെ മനസ്സിലെ, ഒരു ബുദ്ധിജീവിയുടെ സഹിതം നിരത്തി പകർത്തി വെച്ചുകൊണ്ട് എന്റെ ബുദ്ധിക്കും അതീതമായതിനെ, എന്റെ ബുദ്ധിക്കും അതീതമായ മനോഭാവം, നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ മനോഭാവം, രാഷ്ട്രീയക്കാരുടെ മനോഭാവം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മനോഭാവത്തോട് ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പൂർവ്വപിതാവായ ജോസഫും മോശയും പഴയ നിയമത്തിൽ എത്രയോ ദീർഘശാലികളായിട്ടുള്ള പ്രവാചകന്മാര്, പുതിയ നിയമത്തിലെ പ്രവാചകനായ സ്നാപകയോഗ്യനായ അപ്പോസ്തലന്മാർ ജീവിതം മുഴുവനും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവം എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് വിലകിയവരായിരുന്നു. ഗ്രഹിക്കുവാൻ കഴിയാത്തത് മനസ്സിൽ സംഘടിച്ചുകൊള്ളാതെ പരിശുദ്ധിയാകാം. ഈ ലോകത്തെ സമാധാനത്തിലൂടെ തന്നെ പുനർനിർമ്മിക്കാനുള്ള കൃപാവരം ഓരോ ഭരണാധികാരിക്കും നൽകുകയും യേശുനാഥൻ വിഭാവനം ചെയ്ത ഒരു നവലോകമായി അതിനെ വാർത്തെടുക്കുവാൻ നമ്മുടെ അങ്ങനെ കൂട്ടുകാരെ, പള്ളിയിൽ ഇപ്പോൾ ദിവ്യബലിയൊക്കെ അവസാനിച്ചതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. തിരുനാൾ തുടങ്ങി അന്ന് മുതൽ തീരുന്നത് വരെ ഫുഡുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് അതൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് മീനുക്കുട്ടിക്ക് ഈ ലൈറ്റിൻ്റെ ഇവിടെ ഇടയിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി നിന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ.
ലൈറ്റുകളെന്ന് പറഞ്ഞാൽ എല്ലാം അവിടെ റെഡിന്റെ മയമായിരുന്നല്ലേ പള്ളിയിലെ ഒരു ചുമപ്പ് മയമായിരുന്നു ഒരു സൈഡ് മൊത്തം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ KCYM എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയുടെ തന്നെ ഒരു സംഘടനയുണ്ട്, യുവത്വങ്ങളുടെ സംഘടന. ഒരു KCYM-ന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ജവമാലയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ജവമാല, പിന്നെ അങ്ങനെയുള്ള കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള പെൻസിൽ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു കച്ചവടം അതുണ്ടായിരുന്നു. അപ്പൊ അത് ഇതൊക്കെ കണ്ടിട്ട് നമ്മള് പുറത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു വേണ്ട നമ്മള് പള്ളിക്കകത്ത് കയറി കുറച്ചു നേരം ഇരുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പള്ളി ഇതിനു മുമ്പ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു കല്യാണത്തിന് ജസ്നയുടെ കല്യാണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള പള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാമനാപുരം പള്ളിയിൽ ഇത്തവണ തിരുനാളിന് പോകാൻ പറ്റുക കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങള് പെട്ടെന്ന് വിചാരിക്കാതെയാണല്ലേ വന്നത്, പ്രതീക്ഷിച്ചില്ല, ഇന്ന് വരണമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് റെഡിയായി നമ്മൾ വന്നതാണ് കേട്ടോ, തിരുനാൾ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ പറയണ്ട, അത് നമ്മൾ വഴിയെ പറയാം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.